എന്താണ് ഈ ബിസിനസ്സുകൾക്കുള്ള ചാലഞ്ച്? അതിനകത്ത് മൈൻഡ് സെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വലിയൊരു ഒരു ഒരു ഭാഗം വരുന്നുണ്ട്. മൈൻഡ് സെറ്റ് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞിട്ടും അതിലേക്കും പോകാനുള്ള സംഗതി. പിന്നെ മറ്റൊരു വിഭാഗം ഇത് അറിയുന്നില്ല, എന്താണ് സത്യത്തിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളതും അതാണ് ഒറിജിനൽ വേ ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ളത് അവർക്ക് അറിയുന്നില്ല. അങ്ങനെ ഇതൊരു കോംപ്ലക്സ് സിറ്റുവേഷനാണ്. പ്രത്യേകിച്ച് UAE കേസിൽ ഈ ഗവൺമെൻറ്റുകളുടെ റെഗുലേഷൻസൊക്കെ ഇതിന് കുറേ അനുകൂലമാണ്. ഉദാഹരണത്തിന് ഗ്രീൻ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇൻസെൻറ്റീവ്സ് ഉണ്ട്, പക്ഷേ ഗ്രീൻ ബിൽഡിങ്ങിനെ കുറിച്ച് എത്ര ആളുകൾ ആലോചിക്കുന്നുണ്ട്? അതേപോലെ ഇപ്പം നമ്മൾ ഒരു റെഗുലേഷൻ ഞാൻ പറയാം. നമുക്ക് ഡൈവേഴ്സിഫൈഡ് ടീം വേണമെന്നുള്ള രൂപത്തിലാണ് ഇവിടുത്തെ റെഗുലേഷൻസ് വരുന്നത്. എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് നാഷണാലിറ്റീസിനെ ഹയർ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ അതിന് ബിസിനസ്സുകാരെപ്പോഴും ഒരു കൺസ്ട്രെയിൻഡ് ആയിട്ടാണ് കാണാം. ഐ ആം നോട്ട് ഏബിൾ ടു ഹയർ എ പേഴ്സൺ വിച്ച് ഐ വാണ്ട് ടു ഹയർ. എനിക്ക് വേണ്ട ഒരാളുണ്ട്, അയാൾ അയാൾ ഇന്ത്യൻ ആയിരിക്കാം, അയാളുടെ ആ ഒരു പർട്ടിക്കുലർ സ്കില്ലുള്ള ആൾ ഇന്ത്യൻ ആയിരിക്കാം, പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ വിസ കോട്ട അനുസരിച്ച് എനിക്കത് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഗവൺമെൻറ് അത് വെക്കുന്നതെന്ന് വെച്ചാൽ ഡൈവേഴ്സിഫൈഡ് ടീമിനാണ് എപ്പോഴും ബാലൻസ് ഉണ്ടാവുക, കൾച്ചറൽ ബാലൻസ് ഉണ്ടാവുക. ദാറ്റ് ഈസ് ദ പോളിസി ഓഫ് ഗവൺമെൻറ്. ബട്ട് അറ്റ് സെയിം ടൈം ഐ എം സീയിങ് ആസ് എ ബിസിനസ് ഓണർ, ഐ എം സീയിങ് ഇറ്റ് ആസ് എ കൺസ്ട്രെയിൻറ്റ്. ഞാൻ ഈ പോളിസിനെ എംബ്രേസ് ചെയ്യാൻ തോന്നുന്ന സമയത്ത് എനിക്ക് എൻ്റെ ബിസിനസ് കുറേയും കൂടിയും കംഫർട്ടബിൾ ആവുകയാണ് ചെയ്യുക, നിയമപരമായിട്ട് കുറച്ചും കൂടി കംഫർട്ടബിൾ ആവുകയാണ് ചെയ്യുക. അപ്പോൾ അത് ഒരു ലാക്ക് ഓഫ് അവയർനെസ് ഒരു മേജർ ഇഷ്യൂ ആണ്. പിന്നെ അറിഞ്ഞിട്ട് ഉള്ള ഷിഫ്റ്റിങ് എക്സിസ്റ്റ് ചെയ്യുന്ന ബിസിനസ്സുകൾക്ക് ഈ ഷിഫ്റ്റിംഗ് അത്ര എളുപ്പമല്ല. കാരണം ആൾറെഡി ഒരു കൾച്ചറലായിട്ട് കുറേ സാധനം ബിൽഡ് ചെയ്തിട്ടുണ്ട്. മേ ബി 100 ആൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിനകത്ത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫോമാറ്റ് ഓഫ് ബിഹേവിയർ ഉണ്ടാവും. ആ ബിഹേവിയറിന് ചേഞ്ച് ചെയ്യാൻ എളുപ്പമല്ല. കാരണം ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടൊരു പെർസ്പെക്റ്റീവാണ്. ആ പെർസ്പെക്റ്റീവിലേക്ക് ഈ ടോട്ടൽ ടീമിനെ ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടാസ്ക്കാണ്. ആ ടാസ്ക് ചെയ്യാൻ ഒരു എക്സ്പേർട്ട് അസിസ്റ്റൻസ് നിർബന്ധമായിട്ടും വേണ്ടി വരും. അപ്പോൾ അത് ഇപ്പോൾ ആൾറെഡി കംഫർട്ടബിൾ ആയിട്ട് പോകുന്ന ഒരു സംഗതിക്ക് ഭാവിയിലൊരു പ്രശ്നം വരുന്ന വിചാരിച്ചാൽ ഇന്ന് ട്രബിളിലേക്ക് മൂവ് ചെയ്യുന്ന ആളുകൾ പൊതുവെ താല്പര്യപ്പെടില്ല. പക്ഷേ അതിൻ്റെ പ്രശ്നം അതിൻ്റെ കോസ്റ്റ് വലുതാണ്, ഭാവിയിൽ വരാൻ പോകുന്ന കോസ്റ്റ് വലുതാണ്. അപ്പോൾ അതിൽ ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാജുവലി ആ ഷിഫ്റ്റിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങണം എന്നുള്ളതാണ്.